നമുക്കിന്ന് റൈസ് ബെഡിനകത്ത് കൃഷി ചെയ്തിരിക്കുന്ന റാഡിഷ് പറിച്ച് റാഡിഷ് പച്ചടി ഉണ്ടാക്കാം. നല്ല എളുപ്പമാണ് കുക്ക് ചെയ്യാനും അതുപോലെ കൃഷി ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. ഒരു മാസം കൊണ്ട് നമ്മൾ വിത്തിട്ടാൽ വിളവെടുക്കാവുന്ന ഒരേ ഒരു പച്ചക്കറിയാണ് റാഡിഷ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ അടിയിലത്തെ ഇലയൊക്കെ കുറച്ച് പറിച്ച് നമുക്ക് മോയിലിനോ അടിനൊക്കെ കൊടുക്കുകയും ചെയ്യാം. ആഹാ, റാഡിഷ് കഴുകി അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണം ഉള്ളെങ്കിലും ഒത്തിരി ഉണ്ട് കേട്ടോ. അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സാരിയിൽ നിന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട്. ഇത് ഞാനൊന്ന് പിഴിഞ്ഞെടുക്കാൻ പോവാണ്. പിഴിഞ്ഞെടുത്താലും നമ്മൾ ആ വെള്ളം വീണ്ടും യൂസ് ചെയ്യും. ഇതിന് ചെറിയൊരു എരിവും ചെറിയൊരു കയ്പൊക്കെ ഉണ്ട്. പാവയ്ക്ക പോലെ ആ കയ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആ ജ്യൂസ് കൂടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആ ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് അവസാനം കുറേശ്ശെ ചേർത്താൽ മതി. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും കടുകും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. റാഡിഷ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു 3/4 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3/4 സ്പൂൺ കടുക് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല വെണ്ണ പോലെ നരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും പച്ചമുളകും ചേർക്കാം. സവോള ചേർക്കാം. ഞാൻ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കാം. സവോള ഒത്തിരി മൊരിയേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് വരട്ടെ. സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന റാഡിഷ് കൂടിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റാഡിഷ് മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. റാഡിഷൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും കടുകും കൂടി അരച്ച് മിശ്രിതം ചേർക്കാം. മിക്സി കഴുകിയെടുത്ത കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുക. തേങ്ങയും കടുകും കൂടി അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണമാണ്. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരുന്ന റാഡിഷിൻ്റെ വെള്ളം ചേർക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഈ വെള്ളം പിഴിഞ്ഞെടുക്കാതെ തന്നെ നമുക്ക് ചേർക്കാം. പക്ഷെ നമുക്ക് അതിൻ്റെ ആ കയ്പും അതിൻ്റെ ആ ടേസ്റ്റും നമുക്ക് ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചത്. ഈ വെള്ളം മുഴുവൻ ചേർത്തില്ലെങ്കിൽ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നമ്മൾ കുഴിച്ചാൽ അതും ഹെൽത്ത് തന്നെയാണ്. ഈ ടേസ്റ്റ് പിള്ളേർക്കൊക്കെ അത്ര ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ നമുക്ക് ആ ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ഇതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തരി ചേർക്കാം. തരി ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ. ഞാൻ 2.5 കപ്പ് തൈരാണ് ചേർക്കുന്നത്. അതിൻ്റെ ആ ടേസ്റ്റിനനുസരിച്ച് തരി ചേർക്കുക. ഇനി വീണ്ടും വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. കുറച്ച് കറിവേപ്പില വിതറാം. ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കി ഓഫ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനും ടേസ്റ്റ് കൂടാനും വേണ്ടി ഇനിയും കടുക് പൊട്ടിച്ച് ചേർക്കാം. ഞാനത് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക.